ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വൺ ലൈഫ് ബൈ ലെച്ചൂസ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് 2 ദിവസത്തെയാണ് കേട്ടോ. അതായത് ജൂൺ 11 തീയതിയാണ് രാമന് LKG ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ തലേന്നത്തെ ചെറിയൊരു വൈകുന്നേരം മുതലുള്ളൊരു വ്ളോഗും പിന്നെ പിറ്റേ ദിവസം അവനാക്കുന്ന അവൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് LKGയുമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇത് ജൂണിൽ എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ. ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം എനിക്കത് എഡിറ്റ് ചെയ്യാനോ ഇടാനോ ഒന്നും പറ്റിയിരുന്നില്ല. ഇപ്പോഴാണ് പിന്നെ അത് ഇടുന്നതെന്ന് മാത്രം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ പതിവ് പോലെ തന്നെ ബുക്കൊക്കെ നേരത്തെ കിട്ടിയെങ്കിലും ഞാൻ തലേന്നിരുന്നാണ്, അതായത് ജൂൺ 11 തീയതിയാണ് രാമന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ തലേന്ന് ജൂൺ 10 തീയതിയാണ് ഞാൻ അവനുള്ള ബുക്കൊക്കെ ഞാൻ പൊതിയാൻ വേണ്ടി എടുത്തത് കേട്ടോ. അപ്പോൾ അത് ഓരോ ബുക്കും പൊതിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് രാമൻ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവൻ്റെ ബുക്കുകളല്ലേ പൊതിയണം. അപ്പോൾ അവൻ അതിൻ്റേതായ ഒരു എക്സൈറ്റ്മെൻറ്റ്, ഞാൻ കട്ട് ചെയ്ത് തരാം, ഞാനത് ചെയ്ത് തരാം എന്നൊക്കെ പറഞ്ഞ് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ്. എൻ്റെ അടുത്ത് കുറേ കഥകളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ TV വെച്ചിട്ടുണ്ടായിരുന്നു, ഞാനപ്പോൾ അത് ഓഫ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ അവൻ TV വെക്കണ്ടേ, TV വെക്കാം, ഇത്തിരി നേരം കാണട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവർക്ക് 3 ടൈമാണുള്ളത്. 3 ടൈമിലായിട്ട് 3 ടെക്സ്റ്റ് ബുക്കും 3 നോട്ട് ബുക്കും ഉണ്ട്. കൂടാതെ ഇവർക്ക് ഹിന്ദിയും ഉണ്ട്. ഹിന്ദിയുടെ ഒരു ടെക്സ്റ്റ് ബുക്കും ഉണ്ട് കേട്ടോ. നോട്ട് ബുക്ക് എന്ന് പറയുന്നത് എല്ലാ കുട്ടികൾക്കും ഉള്ള പോലെ തന്നെ 4 വരി, പിന്നെ 2 വരി, പിന്നെ ഒരു മാത്സിൻ്റെ സ്ക്വയർ ആയിട്ടുള്ളൊരു ബുക്കും ഉണ്ട് കേട്ടോ. അത്രേ ഉള്ളൂ. അപ്പം ഞാൻ ഈ ബുക്കൊക്കെ പൊതിയണ സമയത്ത് ആലോചിക്കുകയായിരുന്നു, ഞാൻ പണ്ട് പഠിക്കേണ്ട സമയത്ത് എൻ്റെ അമ്മ ബുക്ക് പൊതിഞ്ഞു തരുന്ന കാര്യങ്ങൾ. അതേപോലെ തന്നെ കുറച്ച് വലുതായപ്പോൾ നമ്മൾ തന്നെയാണ് നമ്മുടെ ബുക്ക്, ഞാനും എൻ്റെ ബ്രദറും ഞങ്ങളുടെ ബുക്കുകളും ഞങ്ങൾ തന്നെയാണ് പൊതിഞ്ഞിരുന്നത്. അപ്പോൾ ആ കാര്യമൊക്കെ ആലോചിക്കുകയായിരുന്നു കേട്ടോ. ഇപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടി അത് ചെയ്ത് കൊടുക്കുമ്പോൾ എനിക്ക് എന്തൊരു ഫീലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു അമ്മമാർ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾ ആദ്യമായിട്ട് സ്കൂളിൽ വിട്ടപ്പോൾ ബുക്ക് പൊതിഞ്ഞു കൊടുത്തതും ആ ഒരു ചോറും ടിഫിനൊക്കെ എടുത്ത് വയ്ക്കുമ്പോൾ ആ ഫീലിങ്സ് എന്തായിരുന്നു എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ, എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ എന്താ വിശേഷങ്ങൾ? അങ്ങനെ ബുക്ക് പൊതിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ 2 പേര് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അജുക്കുട്ടൻ അവിടെ ഓരോ കളിയും കാര്യങ്ങളിലായിട്ട് അവൻ ഇരിക്കുകയായിരുന്നു. കുറച്ച് നേരപ്പോൾ രാമൻ പിന്നെ അല്ലെങ്കിൽ TV വെച്ചേ പറ്റൂ, അല്ലെങ്കിൽ അവന് പുറത്ത് പോകണം, അങ്ങനെയൊക്കെ പറഞ്ഞ് 2 പേരും ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ. എന്നാലും ഞാൻ മാക്സിമം പൊതിഞ്ഞിട്ടൊക്കെ പോകാമെന്ന് പറഞ്ഞ് ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ അവൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ എന്താ വിശേഷങ്ങൾ? നിങ്ങളുടെ മക്കൾക്ക് എന്നാ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്? ഫൈനലി ഞാൻ കുറച്ച് നേരം കൂടി TV വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞത് ക്ലാസ്സിൻ്റെ കാര്യം. ഇവർ മോണ്ടസോറി സ്കൂളാണ് കേട്ടോ. അപ്പോൾ CBSE ആണ് സിലബസ്. ഒരു ഓറഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു സിലബസാണ് CBSE ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് ജൂൺ 11 മുതലാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിരുന്നത്. എല്ലാ കുട്ടികൾക്കും എന്നാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്? നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ എന്താ വിശേഷങ്ങൾ? അപ്പോൾ അതേ എനിക്ക് തോന്നുന്നു ഒരു ബുക്ക് എന്തോ ഞാൻ കവർ ചെയ്തുള്ളൂ. അപ്പോഴേക്കും പിന്നെ 2 പേര് നല്ല ബഹളമായി. പുറത്ത് പോകണം, അങ്ങനെ പോകണം, കളിക്കാൻ പോകാമേ, ബോറടിച്ച്, ഇനി ഇത് മതി. അപ്പം ഞാനാണെങ്കിൽ ഇവർ ഇതൊന്നും സമ്മതിക്കുള്ളൂ എനിക്കറിയാമായിരുന്നു. എന്നാലും ഇവരുടെ മുമ്പിൽ വെച്ച് ഇവർ നമ്മൾ ചെയ്യുന്നത് കാണട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവരുടെ മുമ്പിൽ വെച്ച് കവർ ചെയ്യാൻ എടുത്തത്. ഫൈനലി അങ്ങനെ പിന്നെ അതൊക്കെ മാറ്റി വെച്ച് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ താമസിക്കുന്നത് 2 നില വീട്ടിലുണ്ടോ. ഞങ്ങളുടെ സ്വന്തം വീടല്ല, ഇത് നമ്മൾ റെൻറ്റിനെടുത്തേക്കുന്ന ഹോമാണ്. അപ്പോൾ നമ്മൾ താഴെയും, ഞാനും ഹസ്ബൻഡും കുട്ടികളും താഴെയും, മുകളിൽ വേറൊരു ചേച്ചിയും ചേട്ടനും അവരുടെ കുട്ടിയും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നല്ല കമ്പനിയൊക്കെയാണ്. വൈകുന്നേരം വർത്തമാനം പറഞ്ഞൊക്കെ ഇരിക്കും. ചിലപ്പോൾ ഇങ്ങനെ മുകളിലൊക്കെ പോയി ഇരിക്കും. മുകളിലുള്ള കുട്ടി 2ാം ക്ലാസ്സിലൊക്കെയാണ് പഠിക്കുന്നത്. പക്ഷെ ഞങ്ങൾ ഇന്ന് പോയപ്പോൾ അവർ മുകളിലുണ്ടായിരുന്നില്ല, അവർ പുറത്തേക്ക് പോയിരിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങളിതേ അവന്മാർ സമ്മതിക്കാണ്ട് ഫൈനലി ഞാൻ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവരെയും കൊണ്ട്. അങ്ങനെ ഒരു നല്ല ജൂണല്ലേ, ഇപ്പം നല്ല മഴയും നല്ല കാർമേഘം മൂടിക്കെട്ടിയ അന്തരീക്ഷമൊക്കെയാണ്. പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ. നിങ്ങൾ കാണുന്നില്ലേ, നല്ല ഭംഗിയുണ്ട് നമ്മുടെ സ്കൈയും പ്രകൃതിയൊക്കെ കാണാനായിട്ട്. ഞങ്ങൾ ബീച്ചിൻ്റെ അടുത്താണ് കേട്ടോ. ബീച്ച് കുറച്ച് നടന്നു പോകാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. അജുനെ താഴെ നിർത്താൻ നോക്കിയിട്ട് അവൻ സമ്മതിക്കണ്ടല്ലോ, അവനെ ഞാൻ എടുക്കണമെന്ന് പറഞ്ഞ് ഒരേ കരച്ചിലായിരുന്നേ. അപ്പം ഞങ്ങളുടെ വീട് ബീച്ചിൻ്റെ അടുത്താണ്. ഇത് അവിടെ ദൂരെ കാണുന്നുണ്ടോ, അത് ലൈറ്റ് ഹൗസ് ആണ്, വളപ്പ് ലൈറ്റ് ഹൗസ്, അതായത് പുതുവൈപ്പ് ലൈറ്റ് ഹൗസ്. ഞങ്ങളുടെ പുതുവൈപ്പ് ലൈറ്റ് ഹൗസിൻ്റെ അടുത്താണ് ഞങ്ങളുടെ വീട്. ഞങ്ങൾ അവിടെയാണ് താമസിക്കുന്നത് കേട്ടോ. ആരെങ്കിലും വന്നിട്ടുണ്ടോ ഈ പുതുവൈപ്പ് ബീച്ചിൽ? ഇവിടെ കുറേ പേരിങ്ങനെ റീൽസ് എടുക്കാനും ഫോട്ടോസ് എടുക്കാനും എല്ലാത്തിനും എറണാകുളത്തും അങ്ങനെ പല സ്ഥലത്തുനിന്നും ആൾക്കാരൊക്കെ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇവിടെ ഈ ബീച്ചിൽ വന്നിട്ടുള്ളവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് കമൻറ്റ് ചെയ്യണേ.
നല്ല കാറ്റായിരുന്നു കേട്ടോ, നല്ല കാറ്റും നല്ലൊരു ക്ലൈമറ്റായിരുന്നു. രാമൻ എപ്പോൾ ഇവിടെ വന്നാലും എന്ത് ചെയ്യുക, ഓല പിടിച്ച് വലിച്ച് അവൻ അത് കളിക്കാൻ എടുക്കണം, അതിനുള്ള ശ്രമത്തിലാണ് കേട്ടോ. നല്ല ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ക്ലൈമറ്റായിരുന്നു. എനിക്ക് ഈ ക്ലൈമറ്റിലൊക്കെ വന്ന് ഒറ്റ ഒരു ചായയൊക്കെ ഇട്ട് ഇങ്ങനെ ചില്ലടിച്ച് സുഖമായിട്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ പറയണ്ടല്ലോ, പിള്ളേരുള്ളതുകൊണ്ട് തന്നെ അവന്മാർ ഒന്നിനും സമ്മതിക്കില്ല. അപ്പോൾ ഈ ഒരു ക്ലൈമറ്റൊക്കെ എന്താണ്, ഈ ഒരു ക്ലൈമറ്റ് ഇഷ്ടമുള്ളവരുണ്ടോ? ഇഷ്ടമാണെങ്കിലൊന്ന് പറയണം കേട്ടോ. നിങ്ങൾക്ക് ഏത് ക്ലൈമറ്റാണ് ഇഷ്ടം? ഒറ്റയ്ക്കിരിക്കാൻ ഏത് സമയം ഇഷ്ടം? എനിക്കിങ്ങനെ രാവിലേക്ക് എഴുന്നേറ്റ് നമ്മൾ കുറച്ച് നേരം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കഥ കഴിഞ്ഞ് പിന്നെ താഴെ വന്ന് പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ കൊടുത്താച്ചു, അപ്പോൾ തന്നെ ഉറങ്ങി കേട്ടോ. ഞാനപ്പോൾ രാമന് ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അവന് ഞാൻ വാരി കൊടുക്കണമെന്ന് പറഞ്ഞാൽ അവനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവനതൊക്കെ വാരി കൊടുത്തു. ഞാൻ എനിക്ക് കഴിക്കാൻ വേണ്ടി ദോശയാണ്, എനിക്ക് ചോറ് കഴിക്കാൻ രാത്രി മടിയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ദോശയും ചമ്മന്തി ഉണ്ടായിരുന്നു, അത് കഴിച്ചതേ. അപ്പോൾ നമ്മൾ ബുക്ക് കവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അല്ലേ, അപ്പം ഞാൻ ബാക്കിയൊക്കെ വന്ന് കവർ ചെയ്യാൻ വേണ്ടി ഉള്ള ശ്രമത്തിലാണ് കേട്ടോ. അപ്പോൾ അതെ, രാമൻ ഉറങ്ങിയിട്ടില്ല, അവൻ TV വെച്ചിട്ട് ഓരോന്ന് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവനിഷ്ടമുള്ളത് അവൻ തന്നെ ഇങ്ങനെ കാണും. ഇപ്പോൾ അവൻ്റെ വ്ളോഗ് ഫോർ യു എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ടല്ലോ, അവരുടെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവരുടെ ഒരു അവെയർനെസ് വീഡിയോ ഉണ്ടല്ലോ, ഒരു ഫോൺ യൂസ് ചെയ്തിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു, ഫോൺ യൂസ് ചെയ്ത് പിന്നെ കുറിച്ച് പഠിക്കേണ്ടായിരുന്നു. അങ്ങനെ ആ വീഡിയോ ഒക്കെ കണ്ടതേ ബുക്കൊക്കെ ഫൈനലി ഞാൻ നെയിം സ്ലിപ്പൊക്കെ ഒട്ടിച്ച് പേരൊക്കെ എഴുതി സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ബുക്ക് സ്കൂളിൽ തന്നെ വെക്കും, നമ്മുടെ കയ്യിൽ കൊടുത്തു വിടില്ല, ഫ്രൈഡേസിൽ മാത്രം കൊടുക്കുകയുള്ളൂ. അപ്പം മാത്രം നമ്മൾ പഠിപ്പിച്ചാൽ മതി, അവിടെ തന്നെ പഠിപ്പിക്കും കേട്ടോ. അപ്പോൾ ബാഗിലെടുത്ത് വെച്ചു, അങ്ങനെ എല്ലാം സെറ്റാക്കി ഞാൻ ഗുഡ് നൈറ്റ് പറഞ്ഞു. ഇത് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ വൈകുന്നേരം കഴിഞ്ഞു, ഇതിനി ഗുഡ് മോർണിംഗ് ആയി പിറ്റേ ദിവസം. അതായത് രാമൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് LKG ആണ്. അപ്പോൾ ഗുഡ് മോർണിംഗ് മൈ ഗൈസ്. അപ്പോൾ അതെ, അങ്ങനെ എഴുന്നേറ്റ പടിയാണ് ഞാൻ ജനലൊക്കെ തുറന്നു, അടുക്കളയിൽ വന്നു, അടുക്കളയിലെ ജനലും ഹാളിലെ ജനലൊക്കെ തുറന്നിട്ടു. പിന്നെ ഫ്രിഡ്ജിൽ ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉദ്ദേശിക്കുന്നത് ദോശയും ഉരുളക്കിഴങ്ങ് കറിയാണ്. അപ്പോൾ ദോശമാവ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചു. പിന്നെ പിള്ളേർ എഴുന്നേൽക്കുമ്പോഴേക്കും അതിൻ്റെ തണുപ്പൊക്കെ ആറിക്കോളും. പിന്നെ ഞാൻ ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കാൻ വേണ്ടി ഉരുളക്കിഴങ്ങൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഫ്രിഡ്ജ് അടക്കാം കേട്ടോ. പിന്നെന്താ, ഞാൻ ഇന്നലെ രാത്രി പാത്രമൊന്നും കഴുകിയിട്ടുണ്ടായിരുന്നില്ല. അതായത് എനിക്ക് മടിയാണ് ചില നേരമൊക്കെ പാത്രം കഴുകാനായിട്ട്. പാത്രം കഴുകിയിട്ട് വേണം കിടക്കാമെന്നൊക്കെ പറയാമെന്നാൽ എനിക്ക് മടി വേണം, ഞാൻ ബാക്കിയെല്ലാം ഒതുക്കി വെച്ചിട്ട്. അപ്പോൾ ഇന്നലെ വറുത്ത മീൻ്റെ ചട്ടിയാണ് കേട്ടോ ഇതിരിക്കണത്. അപ്പം പാത്രം കഴുകാനുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എപ്പോഴും തലേന്ന് തന്നെ ചോറ്, അതായത് കഞ്ഞി തിളപ്പിച്ചിട്ട് റൈസ് കുക്കറിൽ ഇറക്കി വെക്കും. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ നമ്മൾ അതൊന്നും കൂടി തിളപ്പിച്ചിട്ട് എടുത്താൽ മതി. അപ്പോൾ നമുക്കതൊരു ഈസിയാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് ചോറ് ആയി കിട്ടും, നമുക്ക് ബുദ്ധിമുട്ട് വേണ്ട. രാവിലെ തന്നെ പിന്നെ എണീറ്റ് ചോറായി കിട്ടാനായിട്ട് ഭയങ്കര പാടാണ്. അപ്പം ഞാനത് ഇന്നലെ എടുത്ത് വെച്ചത് തിളപ്പിക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഉരുളക്കിഴങ്ങ് അരിയാണ് കേട്ടോ. ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് കഴുകി കുക്കറിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൽ ഇത്തിരി ഉപ്പും പിന്നെന്താ മഞ്ഞപ്പൊടിയും കൂടി എടുത്തിട്ട് ഇട്ട് ഇനി അത് നമുക്ക് അടുപ്പത്ത് വെച്ച് വേവിക്കണം, എന്നിട്ട് വേണം അത് കറിയാക്കാനായിട്ട്. അപ്പം ഞാൻ ബാക്കിയുള്ള സ്ഥലമൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഇന്നലെ ഉച്ചക്കത്തേക്ക് വേണ്ടിയിട്ട് ചോറായല്ലോ, ഇനിയിപ്പോൾ ഞാൻ മീൻ വറുക്കാൻ വേണ്ടിയിട്ട് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ചാളയാണ് കേട്ടോ. പിന്നെ വേറെ ഏതോ മീൻ്റെ പേരെന്താണെന്ന് ഞാൻ ഓർക്കുന്നില്ല. അത് മീനൊക്കെ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ ക്ലീൻ ചെയ്താണ് കേട്ടോ കൊണ്ടുവരാറ്. അപ്പോൾ അത് ഞാൻ കറി വെക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു അടുപ്പത്ത് ചോറും ഒരടുപ്പത്ത് ഉരുളക്കിഴങ്ങും ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വെച്ചു പാത്രം അങ്ങോട്ട് ചടപടിന്ന് കഴുകാമെന്ന്. അങ്ങനെ പാത്രം കഴുകി വന്നപ്പോഴേക്കും നമ്മുടെ ചോറ് ഇതായിട്ടുണ്ട് കേട്ടോ, തിളച്ചു. അങ്ങനെ അത് വറുക്കാൻ വേണ്ടി വെച്ചു. പിന്നെ ഈ കുപ്പി ഞാൻ രാമന് വേണ്ടിയിട്ട് സ്കൂൾ തുറക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണമല്ലോ, ടിഫിൻ ബോക്സ്, ലഞ്ച് ബോക്സ്, പിന്നെ കവർ ചെയ്യുന്ന പേപ്പർ, പിന്നെ ബോട്ടിൽ, നെയിം സ്ലിപ്പ്, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോയപ്പോൾ ആ കടയിൽ കണ്ടതാണ് കേട്ടോ. ഇത് 3 കൂടി 350 രൂപ. ഇതിൻ്റെ ചെറുതിൻ്റെ ഉള്ളിലുണ്ടാവും, പിന്നെ ഒരു ചെറുതും കൂടി ഉണ്ടാവും. അപ്പോൾ കുറേ യൂട്യൂബേഴ്സിൻ്റെ കയ്യിലൊക്കെ ഞാനത് കണ്ടിട്ട് വാങ്ങണമെന്ന് ആഗ്രഹിച്ച് അങ്ങനെ വാങ്ങിച്ചതാണ്. വെള്ളം കുടിച്ച് തുടങ്ങണം, എനിക്ക് വെള്ളം കുടിക്കാൻ ഭയങ്കര മടിയാണ്. ആ സമയത്ത് ഞാൻ ഇനി നമ്മുടെ ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ട്, അത് താളിക്കാനുള്ള സവാളയും കാര്യങ്ങളൊക്കെ അരിയാണ്. പിന്നെ മീൻ വെക്കണമല്ലോ, മീൻ വെക്കാൻ വേണ്ടിയിട്ട് ചെറിയുള്ളിയും ഇഞ്ചിയും
പച്ചമുളകൊക്കെ അരിഞ്ഞ് എല്ലാം ക്ലീൻ ചെയ്ത് വെക്കേണ്ടത്. ഞാൻ രാവിലെ അതായത് ഞാൻ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഉച്ചക്കത്തേക്കുള്ള എല്ലാ കാര്യങ്ങളും കൂടി ചെയ്തിട്ടാണ് അടുക്കളയിൽ നിന്ന് ഇറങ്ങുക. അതാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടുക്കളയിൽ കയറാൻ പറ്റില്ല, പിന്നെ പിള്ളേർ സമ്മതിക്കുകയുമില്ല. അപ്പോൾ പിന്നെ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് ഓർത്ത് ഞാൻ രാവിലെ അടുക്കളയിൽ കയറുമ്പോൾ തന്നെ എൻ്റെ എല്ലാ ജോലിയും ഞാൻ ഫിനിഷ് ചെയ്ത് വെക്കും കേട്ടോ. അപ്പോൾ അലക്കാനുള്ളത് മിഷ്യത്തിൽ ഞാൻ ആ സമയത്ത് തന്നെ ഇട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഞാൻ രാത്രി ഇട്ടിട്ട് ഞാൻ കിടക്കും. അപ്പോൾ നമുക്കതെല്ലാം ഈസി ആയിരിക്കും രാവിലെ തന്നെ ചെയ്യുമ്പോൾ. അതിനിടയ്ക്ക് അജു എണീറ്റിട്ടുണ്ട്. പിന്നെ ഞാൻ അവന് TV വെച്ച് കൊടുത്തു. പിന്നെ എനിക്ക് തേങ്ങ ചിരണ്ട ഭയങ്കര മടിയാണ് കേട്ടോ. ഞാൻ തേങ്ങ ചിരണ്ടാറില്ല. ഞാൻ ഇതേപോലെ കൊത്തി എടുത്തിട്ട് മിക്സിയിലിട്ട് അടിക്കുകയാണ് പതിവ്. വേറെ ഗുണമൊന്നുമില്ല, മടിയായതുകൊണ്ടാണ്. ഗുണം എന്ന് പറഞ്ഞാൽ മിക്സി പെട്ടെന്ന് കേടായി കിട്ടും, മാത്രമേ ഉള്ളൂ കേട്ടോ. എന്നെപ്പോലെ ഇങ്ങനെ മടിയുള്ള ആരെങ്കിലും ഉണ്ടോ കമൻ്റ് ചെയ്യണേ. പിന്നെ ഉരുളക്കിഴങ്ങ് അറിയായിട്ടുണ്ട്. മീൻകറിക്കുള്ളത് ഇപ്പുറത്തും വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ മീൻകറിക്കുള്ളതൊക്കെ താളിച്ചുകൊണ്ടിരിക്കുകയാണ്. പാത്രമൊക്കെ കഴുകി എല്ലാം വൃത്തിയാക്കി സെറ്റാക്കി ഒരുവിധം രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു മീൻകറി തിളച്ചിട്ടുണ്ട്, അജുവിനുള്ള ദോശയും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. രാവിലെ ദോശ, ഇഡ്ഡലി അങ്ങനെയൊക്കെ ആണെങ്കിൽ കഴിച്ചോളും, ബാക്കിയുള്ളതൊക്കെ കഴിക്കാൻ വലിയ താല്പര്യമല്ല കുട്ടിക്ക്. അപ്പോൾ രാമനും എണീറ്റിട്ടുണ്ട്. രണ്ടുപേരും എണീറ്റപ്പോൾ ഞാൻ TV വെച്ച് കൊടുത്തു. ഞാൻ റീൽസൊന്നും ഇങ്ങനെ കാണിക്കാറില്ല, പക്ഷെ അവൻ മനഃപൂർവ്വം അതൊക്കെ വെക്കാൻ കേട്ടോ. അവന് വെക്കാൻ അറിയാവുന്നതുകൊണ്ട് തന്നെ അത് വെക്കും. ഞാൻ കാർട്ടൂൺസൊക്കെ വെച്ച് കൊടുത്താൽ അവനത് മാറ്റും. അങ്ങനെയാണ് കേട്ടോ. വെച്ച് കൊടുത്തില്ലെങ്കിൽ പിന്നെ ജോലി ചെയ്യാൻ സമ്മതിക്കില്ല. സ്കൂളിൽ പോകാം, ബൈ പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് പിള്ളേർക്ക് ഫുഡ് കൊടുത്ത് അവരെ കുളിപ്പിച്ച് റെഡിയാക്കി, ഞാനും റെഡിയായി, ഹസ്ബൻഡൊക്കെ റെഡിയായി. ഞങ്ങളിതേ അങ്ങനെ പോകാൻ പോവാൻ കേട്ടോ രാമൻ്റെ സ്കൂളിലോട്ട്. അപ്പോൾ രാമൻ KG ഈ സ്കൂളിൽ തന്നെയാണ് ഞാൻ ചേർത്തിരുന്നത് കേട്ടോ. KG പോയിരുന്നു അവൻ. അപ്പം ഞാൻ വിചാരിച്ചു KG ഫസ്റ്റ് ഡേ ചെല്ലുന്നതെന്ന് ഞങ്ങളെ പാരൻസിനെയും പിള്ളേരുടെ ഒപ്പമൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആയിരിക്കും എന്നൊക്കെ പ്രതീക്ഷിച്ചാണ് വലിയ കാര്യത്തിന് പോകുന്നത് കേട്ടോ. പക്ഷെ അവിടെ ചെന്നപ്പോൾ അങ്ങനെ ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് വലിയ മഴയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞ് സ്കൂൾ എത്താനായപ്പോഴേക്കും നല്ല മഴ, നല്ല പൊരിഞ്ഞ മഴയായിരുന്നു കേട്ടോ. ഞാനാണെങ്കിൽ കുട എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഹസ്ബൻഡ് എന്നോട് ചോദിക്കാൻ, നീ കുട എടുത്തു? ഞാൻ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ കൊടുന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ ഭാഗ്യത്തിന് ഞങ്ങൾ ചെല്ലുമ്പോൾ അവരുടെ സ്കൂളിൻ്റെ ആർച്ചിൻ്റെ ഫ്രണ്ടിൽ തന്നെ അവിടുത്തെ സ്കൂളിലെ സെക്യൂരിറ്റിയും ഡ്രൈവർ ചേട്ടന്മാരും എല്ലാവരും നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും കയ്യിൽ കുട ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ മഴ ആയതുകൊണ്ട് തന്നെ ഞാനും രാമനും മാത്രം ആദ്യം വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങിയുള്ളൂ കേട്ടോ. അപ്പോൾ ഹസ്ബൻഡും ഇളയ കുഞ്ഞിനെയും കൊണ്ട് പോയിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് വന്നോളാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റി ചേട്ടൻ ഞങ്ങളെ കൊണ്ട് സ്കൂളിൻ്റെ അകത്താക്കി തന്നിട്ടോ. അപ്പോൾ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ ഇതേപോലെ ഇവരെ വെൽക്കം ചെയ്യാൻ വേണ്ടി ഡെക്കറേറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ആദ്യം ശരിക്കും എടുക്കാൻ പറ്റിയില്ല, പിന്നെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആർച്ച് പോലെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ബലൂണൊക്കെ. അപ്പോൾ പിള്ളേർക്ക് എല്ലാവർക്കും ഇതേപോലെ ഒരു ക്രൗണൊക്കെ അവർ ക്രാഫ്റ്റ് പോലെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് പിള്ളേർക്ക് വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. കൂടാതെ ഇങ്ങനെ പെൻസിലിൽ വേറെ ഒരു ഇതും കൂടി ചെയ്തിട്ട് അവരുടെ കയ്യിൽ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി അവർക്ക് സെപ്പറേറ്റ് ഇങ്ങനെ വീഡിയോഗ്രാഫറും കാര്യങ്ങളൊക്കെ അവർ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ പിള്ളേർക്കൊരു മെമ്മറി അല്ലേ. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇപ്പോൾ പാരൻസ് നിൽക്കേണ്ട ആവശ്യമില്ല, പാരൻസ് ഒരു 12:30 കഴിയുമ്പോൾ വന്നാൽ മതി, അപ്പോഴേക്കും പിള്ളേരെ പിക്ക് ചെയ്യാൻ വന്നാൽ മതിയെന്ന്. അപ്പോഴേക്കും ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോന്നു. അപ്പോൾ വേറൊരു മാഡം എന്നെ കൊണ്ടുവന്നാക്കി തന്നിട്ടോ. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞു ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല, നമുക്ക് വീട്ടിൽ പോകാമെന്നാണ്. അപ്പോഴേക്കും നല്ല പൊരിഞ്ഞ മഴയുണ്ടോ. വീട്ടിൽ വന്നപ്പോൾ വീടിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ, 2 പേരും കൂടി രാവിലെ എഴുന്നേറ്റ് കാണിച്ചു വെച്ചതാണ്. അങ്ങനെ അതൊക്കെ ക്ലീനിങ് പരിപാടി കഴിഞ്ഞപ്പോഴേക്കും കൊച്ചിനെ കൊണ്ടുവരാനുള്ള ടൈമൊക്കെ ആയിട്ടോ. അപ്പോൾ ഞങ്ങൾ അവനെ കൊണ്ടുവരാൻ പോകുന്നതിന് മുന്നേ കുറച്ച് ടൈം നേരത്തെയാണ് ഇറങ്ങിയത്. അപ്പോൾ ഇത് ഞങ്ങൾ സാധനങ്ങൾ വാങ്ങുന്ന വളപ്പിലുള്ള ഇൻഡസെൻ്റ് ചേട്ടൻ്റെ കടയാണ് കേട്ടോ. അപ്പോൾ അവിടെ വന്ന് കുറച്ച് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് എല്ലാം സെറ്റപ്പാക്കി എല്ലാം കഴിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ പിന്നെ അവനെയും കൊണ്ടുവന്ന് വീണ്ടും ഇവിടെ നിൽക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരത്തെ തന്നെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ് അവൻ്റെ സ്കൂളിൽ ചെന്നിട്ട് മോനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോയത് കേട്ടോ. കണ്ടില്ലേ, ബലൂണൊക്കെ ഇങ്ങനെ ആർച്ച് പോലെ വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ വന്നപ്പോൾ എനിക്കങ്ങനെ എടുക്കാൻ പറ്റിയില്ല, കാരണം മഴയും കൊച്ചും ബാഗും എല്ലാം കൂടി ആയിട്ട് എനിക്ക് പറ്റിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ ചെന്നപ്പോൾ തന്നെ ടീച്ചർ ചെന്ന് അവനെ വിളിച്ചുകൊണ്ടുവന്ന് ശ്രീരാമിൻ്റെ അമ്മ വന്നിട്ടുണ്ട്. അങ്ങനെ ഓട്ടോയിൽ കയറി ഞങ്ങൾ തിരിച്ച് വരാം കേട്ടോ. അപ്പോൾ കടയിൽ കയറിയപ്പോൾ ജംസും ജ്യൂസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കിഷ്ടമല്ല കേട്ടോ പിള്ളേർക്ക് ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കണം. പിന്നെ വല്ലപ്പോഴല്ലേ അവന്മാർ സമ്മതിക്കേയില്ല. അപ്പോൾ പിന്നെ വാങ്ങിച്ചു കൊടുത്തു, അത്രേ ഉള്ളൂ. ഞാനിതൊന്നും പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളല്ല. അങ്ങനെ വന്നത് ഫുഡൊക്കെ കൊടുത്ത്. ഇനി രാമന് ക്രിക്കറ്റ് കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ
ക്രിക്കറ്റ് കളിക്കും അവരായിട്ട്. അപ്പോൾ പുറത്തിറങ്ങി ഞങ്ങൾ കളിക്കാറുണ്ട്. പക്ഷെ മഴ ആയതുകൊണ്ട് ഞാൻ പിള്ളേരെ പുറത്തിറക്കാത്തതാണ് കേട്ടോ. കാരണം ഞങ്ങളുടെ ഗേറ്റിൻ്റെ അവിടെ നിന്ന് റോട്ടിൽ നിന്നൊക്കെ വെള്ളം കയറുന്നുണ്ട്. കുറച്ച് നേരം മഴ നിന്നാൽ കാണിയിലേക്ക് വെള്ളം പോവാതെ വെള്ളം ഫുള്ള് ഇങ്ങനെ നിൽക്കും. ഇവന്മാരാണെങ്കിൽ ആ ചെടിയിലൊക്കെ കളിച്ച് ആകെ ഇതാവും. പിന്നെ എനിക്കത് അതിനും വലിയ പണിയാണ്. അപ്പോൾ അകത്തോട്ടൊക്കെ ചവിട്ടി കയറി അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ പുറത്തിറക്കാണ്ട് അകത്ത് തന്നെയാണ് ഇപ്പോൾ കളിപ്പിക്കുന്നത് കേട്ടോ. അങ്ങനെ അകത്ത് ക്രിക്കറ്റ് കളിയാണ്. പിന്നെ ഞാൻ തന്നെ ബോൾ എറിഞ്ഞ് കൊടുക്കണമെന്ന് ഭയങ്കര ഇതാണ്. ചേട്ടനും അനിയനും കൂടി കളിക്കും. പിന്നെ കളിച്ച് കഴിഞ്ഞാൽ ഒരാളെടുക്കുന്ന ബോൾ മറ്റേയാൾക്ക് വേണം, ഒരാളെടുക്കുന്ന ബാറ്റ് മറ്റേയാൾക്ക് വേണം എന്ന് പറഞ്ഞാൽ രണ്ടുപേരും കൂടി തല്ലുകൊടുത്തിരിക്കും. അങ്ങനെ പിന്നെ ഞാനും കൂടി ഇരുന്നാലേ അവർ കളിക്കുള്ളൂ. അങ്ങനെ ബോളൊക്കെ കുറച്ച് നേരം എറിഞ്ഞു കൊടുത്തു. ഈ അജുവും കളിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. പിന്നെ ചേട്ടനും അനിയനും അതും ഇതൊക്കെ പറഞ്ഞു. പിന്നെ കൊട്ടലും പാട്ടും ബഹളമൊക്കെ ആയി. ഇതേ കണ്ടില്ലേ, ആ ബെഡ് മടക്കി വെച്ചേക്കുന്നുണ്ട്. നിവർത്തി വെച്ച ഇവന്മാർ സമ്മതിക്കില്ല. പിന്നെ ഇപ്പം ഈ കാണുന്ന എന്ത് കളിയാണെന്ന് എനിക്കറിയില്ല. അത് ഇനി പെട്ടെന്ന് തന്നെ ഹസ്ബൻഡിന് പുറത്തോട്ട് പോകേണ്ടി വന്നു വൈകുന്നേരമായപ്പോൾ. അതിൻ്റെ കരച്ചിലാണ് കേട്ടോ ഈ കാണുന്നത്. അങ്ങനെ പിന്നെ അജുവിനെ ഒരു കണക്കിന് സമാധാനിപ്പിച്ചു. പിന്നെ ഫുഡൊക്കെ കഴിക്കണമെന്ന് ഞാൻ എടുത്തില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഡേ ഇവിടെ കഴിഞ്ഞിട്ടോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, ഗുഡ് നൈറ്റ്, സ്വീറ്റ്.